നമസ്കാരം. മുനമ്പം നിവാസികളെ മൊത്തത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതുകൊണ്ടാണ് മുനമ്പംകാർക്ക് അവരുടെ ഒപ്പമുണ്ട് എന്ന് UDF നേതാക്കൾ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ UDFന്റെ തനി നിറം പുറത്തായിരിക്കുന്നു. ഇനി ആകെ മുനമ്പംകാർക്കുള്ള രക്ഷ BJP പാർലമെന്റിൽ പുതിയ വഖഫ് ബില്ല് പാസ്സാക്കുന്നതോടുകൂടി അവരുടെ കണ്ണീര് എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതോടെ മുൻപം വിഷയത്തിൽ UDF വഖഫ് ആവശ്യം ശക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതോടെ വിഷയം രമ്യമായി പരിഹരിക്കാൻ രംഗത്തിറങ്ങിയ മുസ്ലിം ലീഗിന് വൻ പ്രതിസന്ധിയിലായി. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി തങ്ങളും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുനമ്പം ഭൂമി വഖഫിന്റേതാണെന്ന് പറയാതെയായ ഒരു സമവായ ശ്രമം നടത്തിയത്. എന്നാൽ മുനമ്പം വഖഫിന്റെ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ലീഗിലെ മറുഭാഗവും രംഗത്തെത്തി. മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ രംഗത്തെത്തിയത്. വഖഫിന്റെ രേഖകൾ ഉണ്ടെന്നും അതിൽ തർക്കമില്ലെന്നും ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവല്ല, ആര് പറഞ്ഞാലും വഖഫ് ഭൂമി അല്ല എന്നത് ശരിയല്ല. വഖഫ് ഭൂമിയായി നിലനിർത്തി മുനമ്പം വിഷയം പരിഹരിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ തള്ളി നേരത്തെ ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും രംഗത്തെത്തിയിരുന്നു. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന നിലപാട് ഷാജി ആവർത്തിച്ച് സാദിഖ് അലി തങ്ങൾ വിഷയത്തിൽ ഇടപെട്ടത് അത് വഖഫ് ഭൂമി ആയതുകൊണ്ടാണെന്ന് ഷാജിയും പറഞ്ഞു. കേവലം ഭൂമി പ്രശ്നമായിരുന്നുവെങ്കിൽ ലീഗിന് എന്ത് റോളാണെന്ന് ഷാജി ചോദിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ തള്ളിയായിരുന്നു ഷാജിയുടെ പ്രസ്താവന. അതേസമയം പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മുനമ്പം വഖഫ് ഭൂമിയാണെന്ന വാദം ശരിവെച്ച് രംഗത്തെത്തിയിരിക്കുന്നു. മുനമ്പം വഖഫ് ഭൂമിയുടെ പേരിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ല എന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പ്രശ്നം രമ്യമായി പരിഹരിക്കണം, അതിന് സർക്കാരിനാണ് മുൻകൈ എടുക്കേണ്ടത്. അതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും സാദിഖ് അലി പറഞ്ഞു. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പാണക്കാട് തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും കുടിയൊഴിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മുസ്ലിം സംഘടനകൾക്കും ലീഗിനും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണെന്നും സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം സംബന്ധിച്ച ചർച്ചകളിലേക്ക് പോകാനില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് ഭൂമിയാണെന്ന വാദം പരസ്യമായി ഉന്നയിക്കാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതുവരെ നടത്തിയത്. എന്നാൽ സമുദായ സംഘടനകൾ ഉന്നയിച്ച വാദം കണക്കിലെടുത്ത് ET മുഹമ്മദ് ബഷീറും KM ഷാജിയും രംഗത്ത് വന്നതോടെ പ്രശ്നം പരിഹാരത്തിന് മുൻകൈയെടുത്ത പാർട്ടി അധ്യക്ഷനും PK കുഞ്ഞാലിക്കുട്ടിയും കടുത്ത പ്രതിസന്ധിയിലായി. വിഷയത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നതയില്ല എന്ന് ഇവരുടെ വിശദീകരണം അമ്പാടെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ലീഗിനുള്ളിലെ തർക്കങ്ങൾ ഫലത്തിൽ BJPക്കാണ് വൻ നേട്ടമായി മാറിയത്. അവസരം മുതലെടുക്കാൻ നിൽക്കുന്ന ഇത്തരക്കാർക്ക് ലീഗിന്റെ നിലപാട് മാറ്റവും ചർച്ചയാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ പേരിൽ മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ അത് ഭാവിയിൽ മറ്റ് വഖഫ് സ്വത്തുക്കളുടെ കയ്യേറ്റം ചോദ്യം ചെയ്യുന്നതിൽ തടസ്സമാകുമെന്ന നിലപാടാണ് ലീഗിലെ ഒരു ഭാഗത്തിനുള്ളത്. അതേസമയം മുൻപം വിഷയം കൂടുതൽ സജീവമാക്കാനാണ് BJPയുടെ നീക്കം. മുൻപം വഖഫ് ഭൂമി പ്രശ്നം 90 ദിവസത്തിനകം പരിഹരിക്കുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം വെറുതെയാണെന്ന് BJP നേതാവും കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 90 മാസം കഴിഞ്ഞാലും ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്ന് ഇന്നലെ മുനമ്പം സമരവേദിയിലെത്തിയ അദ്ദേഹം പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് വഴി മുനമ്പം വിഷയത്തെ പ്രാദേശിക വിഷയമാക്കി ഒത്തുതീർപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ മുനമ്പം വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. ഭരണഘടനയ്ക്ക് മുകളിലുള്ള വഖഫിന്റെ അവകാശങ്ങൾ നിയമ നിർമ്മാണത്തിലൂടെ പരിഹരിക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. മുനമ്പം ഭൂമി പ്രശ്നം കൃത്യമായി സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുമെന്ന് JPC അംഗവും സംസ്ഥാന സഹപ്രഭാരിയുമായ അപരാജിത സാരംഗി ഉറപ്പു നൽകി. പിണറായി സർക്കാർ മുസ്ലിം ലീഗിനൊപ്പം ആണ് നിൽക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. കാരണം പിണറായി സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക്, അതായത് CPMന്റെ അക്കൗണ്ടിലേക്ക് വോട്ടുകൾ കിട്ടണമെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്നത് അനുസരിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. UDFനും മുസ്ലിം ലീഗ് നേതാക്കൾ എന്ത് പറയുന്നു അതനുസരിച്ച് ചവിട്ടാനേ പറ്റുള്ളൂ. എങ്കിലേ UDFന്റെ അക്കൗണ്ടിലേക്കും മുസ്ലിം ലീഗിന്റെ കുറെ
മുസ്ലിം ഏമാന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന കുറെ മുസ്ലിം ലീഗിലെ കുറെ കഴുതകളുടെ വോട്ടുകൾ അവർക്ക് എത്തുകയുള്ളൂ. ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് ചെയ്യാൻ പോകുന്ന ഒരു തന്ത്രം ഇങ്ങനെയാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ വഖഫിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് സകല വസ്തുക്കളിലേക്കും നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ ഭൂമികൾ കൈക്കലാക്കി നടത്തും. അതിനി രാജ്യദ്രോഹപരമായ കാര്യത്തിലേക്ക് പോകുമോ എന്നതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്.